CPM-നെതിരായിട്ട് നിലപാട് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി ഒരു ബുക്ക് റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതിൻ്റെ ഒടുവിലത്തെ വെർഷൻ, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന K സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുന്നു. 10/12 കുറിപ്പ്. ഇതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജയിൽ കഥകൾ പുരോഗമിക്കുന്നു, 3 എണ്ണമായി, ചിലത് തീരെ ചെറുത്, എങ്ങോട്ട് പോകുന്നുവെന്ന് നോക്കാം. ഒരു കഥാസമാഹാരം, ഒരു കവിതാ സമാഹാരം, ഒരു ലേഖന പ്രഭാഷണ സമാഹാരം, ഇത്ര ഉണ്ടായേക്കും. കൊല ചെയ്യപ്പെട്ടില്ല എങ്കിൽ, എന്നിട്ട് 2-3 കുത്ത്. അതായത് കൊല ചെയ്തില്ലെങ്കിൽ ഇത്രയൊക്കെ വരുമെന്നായിരിക്കാം. പക്ഷേ ആ കുറിപ്പിട്ട് 15 മിനിറ്റിന് ശേഷം അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും തിരുത്തുന്നു. എന്നിട്ട് കൊല ചെയ്യപ്പെട്ടില്ല എങ്കിൽ എന്നത് മാറ്റിയിട്ട് അതിജീവിച്ചാൽ എന്ന രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, തുടർഭരണത്തിനെതിരെ അഭിപ്രായം പറഞ്ഞാൽ സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ ആക്രമണം വരാം എന്നുള്ള സച്ചിദാനന്ദൻ വലിയ വിമർശനം ഉന്നയിക്കുകയും അത് പൊതുസമൂഹങ്ങൾ വലിയ ചർച്ചയായി മാറുകയും ചെയ്തതോടുകൂടി സ്വന്തം ജീവന് പോലും അത് ഭീഷണിയാകുന്നുവെന്ന് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് എന്ന സച്ചിദാനന്ദന് പോലും തോന്നി. അത് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിടുന്നു. 15 മിനിറ്റ് ശേഷം അത് തിരുത്തണമെങ്കിൽ എത്ര സ്ഥലത്തുനിന്ന് ഫോൺ കോളുകൾ, മെസ്സേജുകൾ സച്ചിദാനന്ദന് വന്നിരിക്കാം, ഇല്ലേ? ശരിയല്ലേ? അതിപ്പം അങ്ങനെ നമുക്ക് ഊഹിക്കാം. പക്ഷേ നമ്മൾ ഈ പറയുമ്പം സച്ചിദാനന്ദനും സാറാ ജോസഫും ഒക്കെ എത്ര പറയുമ്പോഴും അത്ര നിഷ്കളങ്കരൊന്നുമല്ല, മനസ്സിലാവുന്നുണ്ട്. എഴുത്തിൻ്റെ വലിപ്പം കൊണ്ട്, വലിപ്പത്തിലുള്ള എഴുത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല, എഴുത്തിൻ്റെ വലിപ്പം കൊണ്ട് മാത്രം ഉപഹാരങ്ങൾ കിട്ടി എന്ന് ധരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധ്യവുമല്ല ചില കാര്യം. സാറാ ജോസഫിൻ്റെ കാര്യം നമ്മൾ എത്ര പറയുമ്പോൾ സാറാ ജോസഫിൻ്റെ വാചകങ്ങളും അവരുടെ രീതികളും അവരുടെ പുസ്തകങ്ങളുമൊക്കെ നമ്മൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ അത് ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്നത് പോലെ, അവരുടെ സംസാരങ്ങൾ പലപ്പോഴും ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. പണ്ടത്തെ നമ്മൾ കവികളും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരുമൊക്കെ തിരുത്തലിന് വേണ്ടി സത്യസന്ധമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തിരുത്തലിന് വേണ്ടി സത്യസന്ധമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ എഴുതുന്നതിന് മൊത്തം അവാർഡുകൾ വേണമെന്നും അല്ലെങ്കിൽ ആ എഴുത്തിന് അവാർഡുകൾ കിട്ടുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറയാനും ചില കാര്യങ്ങൾ പറയാതിരിക്കാനും നിർബന്ധം പിടിക്കുന്ന കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചാലും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും പറയല്ലോ, ചില പ്രത്യേക കാര്യങ്ങൾ വരുമ്പോൾ ഈ സാഹിത്യകാരന്മാർ വാ തുറക്കും. അതേ വിഷയം, അതേതിനെക്കാട്ടിൽ തൂക്കമുള്ള വിഷയം, സമാനതകളുള്ള വിഷയം അതുപോലെ വരുമ്പോൾ ഇവർ വാ തുറക്കുന്നില്ലല്ലോ. അത് നമ്മൾ ഈ സാംസ്കാരിക നായകന്മാരുടെയും പുതിയ കവികളുടെയും അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ കണ്ടതാണ്. ഇപ്പോൾ 3ാമത് പുള്ളി മാർക്സിസ്റ്റ് അനുഭാവിയായിരിക്കും. ആരൊക്കെയുണ്ട് മാർക്സിസ്റ്റ് അനുഭാവികൾ? അല്ലെങ്കിൽ ആരൊക്കെയുണ്ട് ഈ പറയുന്നത് പോലെ? പുള്ളി ഒരു കവി ആയതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വന്നാൽ, അതിനകത്ത് എനിക്കും പിയേഴ്സൺ മാഷിയുടെ അഭിപ്രായം തന്നെ, ഒരു കാര്യത്തിൽ ഭാഗത്തുകൂടി അധികാരത്തിൽ വന്നാൽ ആ സംവിധാനങ്ങളെല്ലാം തകർന്നു പോകുമെന്നുള്ള രീതിയിലേക്ക് അങ്ങനെ നിൽക്കണമെങ്കിൽ അടുത്ത പ്രാവശ്യം CPM അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ആ ചിന്താഗതിയുള്ളവർ അധികാരത്തിൽ വരണ്ടാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു വാചകം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലാതെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. LDF 3.0 വരുമെന്ന് ഏതാണ്ട് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM-ലെ നേതൃത്വനിര. ഇന്നലെ വരെ CPM-ന്റെ കൂടെ നിന്ന ദേശാഭിമാനിയിലും ഇടത് പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ ഇടതിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന സച്ചിദാനന്ദൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം ഇടതു മുന്നണി ജീർണിക്കും, ഇനിയും അധികാരം കിട്ടിയാൽ ആ പാർട്ടി കൂടുതൽ മലീമസപ്പെടും. അങ്ങനെ പറഞ്ഞത് CPM-ന് സഹിക്കാൻ പറ്റില്ല. അതല്ല, അത് വേറെ കാര്യമുണ്ട്. ഞാനൊന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എന്തോ സിനു, ഒരു ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇയാൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമുണ്ട്, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജീർണിക്കണമെങ്കിൽ ആ ഭരണത്തിനകത്ത് കുഴപ്പമുണ്ടെന്നല്ലേ, അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ടെന്നല്ലേ, അത് വൃത്തിയായിട്ട് പോകുന്നില്ലെന്നല്ലേ, അത് ശരിയല്ലെന്നല്ലേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരണ്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് സാഹിത്യ രൂപേണ അങ്ങ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതായത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരണ്ടെന്നുണ്ടെങ്കിൽ തോമസ് ഐസക്ക് ചോദിച്ചു അതേ ചോദ്യം, ഇപ്രാവശ്യം LDF, അടുത്ത പ്രാവശ്യം UDF, ഇലക്ഷൻ വേണ്ട, അടുത്ത പ്രാവശ്യം LDF, അങ്ങനെയൊക്കെ പോയാൽ പോരെ. അപ്പം ഇവർ ഭരിക്കുന്നതിനകത്ത് ഈ ഭരിക്കുന്ന പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടല്ല ഭരിക്കുന്നത്. അവരേൽപ്പിച്ചതുപോലെ വിചാരിച്ചതുപോലെ അവരെ ഭരിക്കാൻ ഏൽപ്പിച്ചത്, ഭരിക്കാൻ ഏൽപ്പിച്ചവർ വിചാരിക്കുന്ന പോലെ അല്ല ഭരണമെങ്കിൽ അവർക്കത് മാറ്റം വരുത്താൻ അതിനല്ലേ മാൻഡേറ്റ്. അപ്പോൾ പിന്നെ ഇയാൾ അതിൻ്റെ അകത്ത് അഭിപ്രായം പറയണ്ടല്ലോ. അപ്പോൾ ഇയാൾക്ക് താല്പര്യങ്ങളുണ്ടാകാം, ഒരുപക്ഷെ തോന്നലുണ്ടാകാം, ഇതുവരെ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്ന് ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് ഇനിയും അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതുണ്ടാകത്തില്ല, അപ്പം ഇതിൻ്റെ ഭാഗമല്ലാതെ
ഈ ഉള്ളയാളാണ്, ഇവരോട് എനിക്ക് അത്രയ്ക്കുള്ള പ്രതിബദ്ധതയൊന്നുമില്ല, എൻ്റെ അഭിപ്രായം ഇതാണെന്ന് കാണുമ്പോൾ ചില താല്പര്യങ്ങൾ പേരില്ലെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിൻ്റെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നാൽ അതിൻ്റെ പേരിൽ ഈ കൂടുതൽ ഈ വികാരം പെടുന്നോ നിന്നെ വിളിച്ചിട്ട് എന്തോടാ കാണിച്ചാൽ നീ എൻ്റെ ആനുകൂല്യം എല്ലാം മേടിച്ചിട്ട് കവിയാന്ന് പറഞ്ഞാൽ തോന്നിവാസം പറയുന്നോളാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും സച്ചിദാനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹം വലിയ സാഹിത്യകാരനായിരിക്കും, കവിയായിരിക്കും, അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എത്ര പറയുമ്പോഴും പുള്ളി പറയുന്നത് പോലെ ഒരഭിപ്രായം എനിക്കുണ്ടെങ്കിൽ സച്ചിദാനന്ദൻ ഇപ്പം പറഞ്ഞതിനകത്ത് മെറിറ്റൊന്നും ഇല്ല, അല്ലെങ്കിൽ അത്ര സത്യസന്ധമല്ല, അത്ര നിഷ്കളങ്കവും അല്ല. കൊല ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്തിനാ 15 മിനിറ്റ് കൊണ്ട് തിരുത്തിയത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊല്ലപ്പെട്ടില്ലെങ്കിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്നെ ആരോ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെ ശ്രമിച്ചേക്കാം, അതുകൊണ്ട് ആണ് തിരുത്തുന്നത്. അതിജീവിച്ചെങ്കിൽ നമ്മൾ ഇതിനകത്ത് അവരെ ഉയർത്തിയ വിമർശനത്തെ നമുക്കൊന്ന് പരിശോധിച്ചാൽ LDFിൻ്റെ അകത്ത് നിൽക്കുന്ന പല LDF അനുകൂലമായ മനസ്സുള്ളവർ, എന്നുവെച്ചാൽ LDF ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്ന് കരുതപ്പെടുന്ന ആളുകൾ പലരും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, LDFിനകത്ത് സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. ഭരണത്തിലേക്ക് വരുമ്പോൾ ഭരണത്തിൽ കയറുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടി LDFിൻ്റെ പാർട്ടിയല്ല, ശരി, ഭരണത്തിലായിക്കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഒരു അധികാര സംവിധാനമാണ്. ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ മധ്യവർഗമാണ് എന്നുള്ളതിൻ്റെ പേരിൽ മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറി തീർന്നുണ്ട്. അത് പാർട്ടിക്കകത്തു നിന്ന് പാർട്ടിയെ വിമർശിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അധികാരം ദുഷിപ്പിക്കും എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അപ്പോൾ MP രാജനീഷെ പോലുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് ഞങ്ങളെ 5 ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു, അത് ദുഷിക്കലാണോ എന്ന് ചോദിക്കുന്നു. പെൻഷൻ വർദ്ധിപ്പിച്ചു, ദുഷിപ്പിക്കലാണോ? അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഭരണത്തെ വിലയിരുത്തുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളായിട്ട് കണക്കാക്കുന്നു. എന്നാൽ ഞാനൊക്കെ പലപ്പോഴും അതിശക്തമായിട്ട് ഉയർത്തിയ വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയൻ സഞ്ചരിക്കുന്ന സമയത്ത് 50 വണ്ടിയുടെ 100 വണ്ടിയുടെ അകമ്പടിയോടെ എന്തിനദ്ദേഹം സഞ്ചരിക്കുന്നു? അദ്ദേഹം പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു എഴുന്നള്ളത്താണ്, ഒരു രാജകീയ ഭരണത്തിൻ്റെ ആവർത്തനം പോലെ തോന്നുന്ന കാര്യമാണ്. അത് തിരുത്തണം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് തിരുവാതിര കളിക്കുന്നു, അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ട് പാടുന്നു. ഇതൊക്കെ സ്തുതിപാഠക ഗീതങ്ങളാണ്. ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച കാര്യങ്ങളല്ല എന്ന് വളരെ ശക്തമായിട്ട് നമ്മളൊക്കെ വിമർശിക്കാറുള്ള കാര്യങ്ങളാണ്. പക്ഷേ മൂന്നാമത് ഭരണം വേണ്ട എന്ന് പറയുന്നതല്ല ശരി. മൂന്നാമത് ഭരണം വേണ്ട എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒരു വട്ടം UDF ഭരിക്കും, പിന്നെ LDF ഭരിക്കും, അതിലേക്ക് ഒരു ജനാധിപത്യമില്ല. മാത്രമല്ല ഈ ഒരു വട്ടം LDF ഭരിക്കുകയും പിന്നെ ഒരു വട്ടം UDF ഭരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം വന്നാൽ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ അതിൻ്റെ രുചി നുകരാനിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. ഒന്നും ചെയ്യണ്ടല്ല. അതെ, LDF ഭരിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഭരണം വരും. അത് മാറണം. ആ സ്വഭാവം തന്നെ മാറേണ്ടതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വീണ്ടും അധികാരം. ചീത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ പോകണം എന്ന ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം വരേണ്ടത്. അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതുമാതിരിയുള്ള വിഷയങ്ങളിലേക്ക് അത് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിനകത്ത് നിൽക്കുന്ന വളരെയധികം ആളുകളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ സർക്കാർ ഇനി വേണ്ട എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അവർ പറഞ്ഞത് ഇതിങ്ങനെ ഭരിച്ച് അധികാരപ്രമത്തമായ പാർട്ടിയായി ഇത് മാറിത്തീരുമെന്നുള്ളതാണ്. അധികാരം ദുരാധികാരമായി മാറിത്തീരുമെന്നുള്ളതാണ്. അതിൻ്റെ തിരുത്തെന്ന് പറയുന്നത് ആ സവിശേഷ സ്വഭാവത്തിലേക്ക് ഇടതുപക്ഷം പോകാൻ പാടില്ല എന്നുള്ളതായിരിക്കണം. അതിന് പകരമായിട്ട് മൂന്നാമത് LDF വേണ്ട എന്ന് പറയുന്നതല്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് സച്ചിദാനന്ദൻ ഇത്തരത്തിൽ വിമർശിക്കപ്പെട്ടത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ പറയണോ അധികം? അതെ, അത് എവിടേക്കാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? ആ തെറ്റ് നിങ്ങൾ തിരുത്തണം. പലരും ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ ഇത് ഒരു അവസരവാദപരമായിട്ടുള്ള സമീപനമാണെന്ന് ആൾ പറയുന്നതിൻ്റെ കാരണം ഇത് ഈ ഭരണാവസാനമായിട്ട് നിർവഹിക്കപ്പെടുന്ന അഭിപ്രായ പ്രകടനമാണ് എന്നതും ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇടതുപക്ഷത്തിന് പല വീഴ്ചകളും ഇടതുപക്ഷ ഭരണം ആരംഭിക്കുന്ന സമയത്തുണ്ട്. അത് അതാത് സമയങ്ങളിൽ വിമർശിക്കണം. അന്നൊക്കെ അന്ന് സച്ചിദാനന്ദൻ മൗനിയായിരുന്നു. അതാണ് പ്രശ്നം. അന്ന് അധികാരത്തിന് തണലിൽ ഒരുപാട് നേട്ടങ്ങൾ അതെ, ഇപ്പൊ അധികാരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ചെയർമാനൊക്കെ ആയിരിക്കുക. അതൊക്കെ പ്രശ്നമാണ്. അതൊക്കെ ആളുകൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഉയർത്തും. ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ
ഇടതുപക്ഷത്തെ വിമർശിക്കണം. ഓരോ പാളിച്ചകളും ഇടതുപക്ഷത്തിനുണ്ടാകുന്ന സമയത്ത് അപ്പോൾ പോയി വിമർശിക്കണം. അങ്ങനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു കസേരയും കയറാൻ പറ്റില്ല. ശരിയല്ലേ? അതെ. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊല ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ന് പറയുന്ന ആ കുറിപ്പിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം മുമ്പ് CPM വിമർശിച്ചാൽ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ പർപ്പസ്ഫുള്ളി എഴുതിയതാണെന്നും വ്യാഖ്യാനിച്ചൂടെ, എന്നിട്ട് അതിനെ തിരുത്തിയാൽ മതിയല്ലോ. അങ്ങനെ തന്നെ വരും. കാരണം വെച്ചാൽ 51 വെട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അതെ, അല്ലെങ്കിൽ ഇന്നോവ വരുന്നുണ്ട് അതെ എന്നൊക്കെ ഈ CPM ശത്രുക്കൾ പറയുന്നത് മുഴുവനും ഇദ്ദേഹം പറയുന്ന രീതിയിലേക്ക് അത് മാറുകയാണ്. അതായത് ഇപ്പോഴും അതിനകത്ത് ഇയാൾ ഇപ്പോഴും എഴുതിയതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM അനുകൂലമല്ല. CPM അനുകൂലമല്ല. ഞാൻ നിർത്തുന്നു, ഭയന്ന് നിർത്തുന്നു, അല്ലെങ്കിൽ എനിക്ക് നാളെ കാലത്ത് എഴുതാനുള്ള ഞാൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക്, അതായത് വീണ്ടും CPM മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു സച്ചിദാനന്ദനെ തന്നെയാണ് ഇതിനകത്തുനിന്ന് നമ്മൾക്ക് കാണേണ്ടി വരുന്നത്. എന്നാൽ അയാൾക്ക് ബോധ്യപ്പെട്ടതുപോലെ നമുക്ക് തോന്നുന്നു മൂന്നാമതും പിണറായി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.